ഇപ്പം ഇതിപ്പോൾ എവിടെ എന്ത് ചെയ്യുന്നു? ഇത് തന്നെ ഇതിൻ്റെ ബോഡിയാണ് ഈ കാണുന്ന ബോഡിയാണ് ഇത് ചെയ്യുന്നത്. ഇത് ബോഡി അതിനുശേഷം ഇതേ രൂപത്തിലാക്കി അതിനുശേഷം ഇതേ രൂപത്തിലാക്കി നമ്മൾ ഇതിലേക്ക് എത്തും. ഈ രൂപത്തിലെത്തി ഇതിന് ശേഷം മാത്രം അതാണ് അതേപോലെ ഫ്രെയിം വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഫ്രെയിം വർക്ക് ഇതിൽ സെറ്റ് ചെയ്യും. അതെ അതിൻ്റെ ഷേപ്പ് കറക്റ്റായി. ഷേപ്പ് കറക്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് അങ്ങനെ ഫ്രെയിം വർക്ക് അപ്ലൈ ചെയ്യും. ഇപ്പം ബേസിങ്ങിന് ഇരിക്കും ബോട്ടിൻ്റെ ഫിഷിംഗ് ബോട്ട് കാണുന്നതിൻ്റെ അടുത്തിട്ട് സ്കെൽറ്റൻ രൂപ ഇതാണ്. ഇത് നന്നായിട്ട് കണ്ടിരിക്കും. ഫിഷിംഗ് ബോട്ട് നമ്മൾ കാണുന്ന ബോട്ടുകളുടെ ഒരു സ്കെൽറ്റൻ രൂപ ഇതാണ് അടിത്തട്ട്. നമസ്കാരം, ഞാൻ മുൻഷി രഞ്ജിത്താണ്. കേരള കോളിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ സഞ്ചരിച്ച് വിഴിഞ്ഞം പൂവാർ ഭാഗങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. ഇത് ഒരു വലിയൊരു ബോട്ട് യാർഡാണ്. ശ്രീ സെൽവരാജിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു ബോട്ട് യാർഡ്, ക്രൈസ്റ്റ് ബോട്ട് യാർഡിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ശ്രീമാൻ ഇവിടെ ബോട്ടുകൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് സെൽവരാജ് സാറുമായിട്ട് സംസാരിക്കും. വരും. നമസ്കാരം സാർ. ക്രൈസ്റ്റ് ബോട്ട് യാർഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അല്ലേ? അതെ. സെൽവരാജ്. അതെ സാർ, ബോട്ട് നിർമ്മാണ പരിപാടിയിലേക്ക് തുടങ്ങിയിട്ട് എത്ര കാലമായി? 30 വർഷമാകും. 30 വർഷമായിട്ടുണ്ട്. കാണുമല്ലോ, വലിയ പ്രായമുണ്ടല്ലേ? ഇപ്പൊ ആദ്യകാലങ്ങളിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഫിഷിംഗ് ബോട്ടായിരിക്കും. ഫിഷിംഗ് ബോട്ടാണ്. ഫൈബർ ബോട്ട് തന്നെയാണ് നിർമ്മാണം ആദ്യം. പിന്നെ പ്ലൈവുഡിൽ അല്ല, ഈ ഫൈബർ എന്ന് പറയുന്ന മെറ്റീരിയലിലേക്ക് വരുന്നു. ഫൈബർ തന്നെ പല ഡെവലപ്മെന്റ് ആയി മാറിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അല്ലേ? ആദ്യകാലത്തുള്ള ഫൈബർ മെറ്റീരിയൽ അല്ല ഇപ്പോൾ, കുറച്ചുകൂടെ സ്മൂത്തനായി അല്ലേ? ഇപ്പൊ കൂടുതലും ടൂറിസ്റ്റ് ബോട്ടുകളാണ് ഉണ്ടാകുന്നത്. ഇപ്പം ഫിഷിംഗ് ബോട്ടിന്റെ എല്ലാ സെഗ്മെന്റും ചെയ്യുന്നുണ്ട്. നമ്മുടെ ചെറിയ ബോട്ട് 22 ഫീറ്റ് മുതൽ 22, 24, 26, 25, 30, 31 അങ്ങനെ എല്ലാ കാറ്റഗറിയിലും ചെയ്യുന്നുണ്ട്. ഫിഷിംഗ് ബോട്ട് 50 ഫീറ്റ് വരെ ചെയ്യുന്നുണ്ട് ഫിഷിംഗ് ബോട്ട് വരെ. ഇപ്പൊ ഫിഷിംഗ് ബോട്ടാണ് പ്രധാനം അതോ ടൂറിസ്റ്റ് ബോട്ടോ? ടൂറിസ്റ്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ടൂറിസ്റ്റ് ബോട്ടും ചെയ്യുന്നുണ്ട്. നമ്മൾ പോർട്ട് ഡിപ്പാർട്ട്മെന്റ് കുറച്ച് പേപ്പറൊക്കെ തയ്യാറാമസം കൊണ്ട് അവർക്കുള്ള കുറയ്ക്കുകയും. അല്ല, ഇത് ഓരോരുത്തർ ഓരോ ഇൻഡിവിജ്വലുകളല്ലേ ഈ ബോട്ട് എടുത്ത് ബോട്ട് ഉടമകൾ ഓരോ ബോട്ട് വാങ്ങിച്ചിട്ട് അവിടെ ഇട്ട് ഓടിക്കുകയല്ലേ ചെയ്യുന്നത്? ഇല്ല, ഇത് ലീഗൽ കുറച്ച് പ്രോസസ്സിംഗ് ഉണ്ട്. പോർട്ട് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ വർക്കൗട്ട് ആപ്ലിക്കേഷൻ കൊടുക്കണം. അങ്ങനെ കുറച്ച് ലീഗൽ പ്രോസസ്സിംഗ് ഉണ്ട്. അവരുടെ ഡിപ്പാർട്ട്മെന്റ് ഇത് റൂൾ റെഗുലേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. മറ്റത് ഫിഷിംഗ് ബോട്ട് അങ്ങനെയല്ല. ഒരു അഡ്വാൻസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം. ബാക്കി കാര്യങ്ങൾ അവർ ചെയ്തോളും. പോർട്ട് ഡിപ്പാർട്ട്മെന്റ് കുറച്ച് മൂലമാലുണ്ട്. അത് ഈ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് തന്നെ അപ്പം അത് നമ്മൾ കൃത്യമായിട്ട് പാലിച്ച്. പക്ഷേ കൃത്യമായിട്ട് പാലിക്കുന്നത് നമ്മൾ റെഡി ആണെങ്കിലും ഈ പേപ്പർ വർക്കുകൾക്ക് ഇച്ചിരി പ്രശ്നം. ഗവൺമെന്റ് അല്ലേ? പിന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ സർവർമാർ കുറവ്. അത് തന്നെ പേപ്പറിന്റെ ഏറ്റവും അവരൊന്ന് സർവേ ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കി എടുക്കണമെങ്കിൽ അവർ സൗകര്യത്തിനേ വരുള്ളൂ അല്ലേ? നമ്മൾ പോയി അപ്ലിക്കേഷൻ കൊടുത്താൽ അങ്ങനെ ഒരു ഡിലേ വരുന്നു. ഇതിപ്പോ നമ്മളിപ്പോ കാണുന്നത് ഇത് ഫിഷിംഗ് ബോട്ടുകളാണ്. ഇത് സ്പീഡ് ബോട്ടിന്റെ സെയിം ഹള്ളിന്റെ ആ ഹള്ള് നോട്ടിട്ടേക്കുന്നത് ഇത് അല്ലേ? അതും സ്പീഡ് ബോട്ടിന്റെ ഹള്ള് തന്നെയാണ്. അത് സ്പീഡ് ഡെക്ക. ശരി. എല്ലാം ഫിഷിംഗ് ബോട്ടുകളാണ്. ഇപ്പൊ ഫിഷിംഗ് ബോട്ടുകളിലെ ആദ്യം എങ്ങനെയാണ് ഇത് ഓരോ പ്രോസസ്സ് വരുന്നത്? ഇതിന്റെ A to Z ഇവിടെ തന്നെ ഇവിടെ തന്നെ ചെയ്യുന്നത്. ആദ്യത്തെ പ്രോസസ്സ് എങ്ങനെയാണ്? ഫസ്റ്റ് പ്രോസസ്സിങ് ഇതേപോലെ മോൾഡ് ആ സ്റ്റേജിലിരിക്കും. അങ്ങോട്ട് പോവാം അല്ലേ? അതാണ് കണ്ട് പറയാം. ഇതെന്താ പെയിന്റിങ്ങോ? അതാണ് ലാമിനേഷൻ തന്നെ. ലാമിനേഷൻ. ലാമിനേഷൻ. ഫസ്റ്റ് ഇത് മോൾഡാണ്. ഇതിനകത്താണ് ഈ സാധനം. ഫസ്റ്റ് ഇതിൽ ആദ്യം ഒരു വാക്സ് പോളിഷ് ചെയ്യും. ഫസ്റ്റ് പ്രോസസ്സിങ്. അതിനുശേഷം അത് PV എന്ന് പറഞ്ഞ കെമിക്കൽ അപ്ലൈ ചെയ്യും. പിന്നെ ഇതിൻ്റെ അകത്താണ് എല്ലാ ജെൽ കോട്ട്. പിന്നെ ഫസ്റ്റ് 350 അപ്ലൈ ചെയ്യും. 300 ആദ്യം 300 CM ആദ്യം ചോപ്പർ സർഫസ് മാറ്റർ നല്ല അത് അപ്ലൈ ചെയ്യാൻ തന്നെ റെസിൻ ഉപയോഗിച്ച് തന്നെ ചെയ്യണത്. റെസിൻ ഉപയോഗിച്ച് ചെയ്യും. പിന്നെ അതിന് ശേഷം ഫുൾ ലെയർ അപ്ലൈ ചെയ്യും. അങ്ങനെ അതിൻ്റെ ശേഷമാണ് ബാക്കിയുള്ള അതിനകത്തുള്ള ഫ്രെയിം വർക്കുകൾ ബാക്കി സ്റ്റെപ്പായിട്ട് അങ്ങനെ ഡെക്ക് ചെയർ ഇതെല്ലാം പറ്റും അല്ലേ? ഇതെല്ലാം ഈ ഇതിനകത്തുണ്ടാക്കുന്ന എല്ലാം ഒരു മെറ്റീരിയൽ തന്നെയാണ്. ഫൈബർ തന്നെയാണ്. ഫെർബിൽ തന്നെ പല കാറ്റഗറികളാണ്. ജെൽക്കോട്ടുണ്ട്. ഈ ഓരോ കമ്പനിയുടെ വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ ഈ റോവനൊക്കെ ഒരു കമ്പനിയുടെ ഈ ചോപ്പ് മേട്ടന്നെ പല കമ്പനിയുടെ അങ്ങനെ ഒരു ഈ എഞ്ചിൻ ഫിറ്റ് ചെയ്യാനുള്ള സംവിധാനം ബാക്കിൽ തന്നെയുണ്ട്.
ഇപ്പം ഇതിൻ്റെ ഇതിപ്പോൾ എവിടെ എന്ത് ചെയ്യുന്നു ഇത് തന്നെ ഇതിൻ്റെ ബോഡിയാണ് ഈ കാണുന്ന ബോഡിയാണ് ഇത് ചെയ്യുന്നത്. ബോഡി അതിനുശേഷം ഇതേ രൂപത്തിലാക്കി അതിനുശേഷം ഇതേ രൂപത്തിലാക്കി നമ്മൾ ഇതിലേക്ക് എത്തും. ഈ രൂപത്തിലെത്തി ഇതിന് ശേഷം മാത്രം അതാണ്ട് അതേപോലെ ഫ്രെയിം വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഫ്രെയിം വർക്ക് ഇതിൽ സെറ്റ് ചെയ്യും. അതെ അതെ, അതിൻ്റെ ഷേപ്പ് കറക്റ്റായി. ഷേപ്പ് കറക്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് അങ്ങനെ ഫ്രെയിം വർക്ക് അപ്ലൈ ചെയ്യും. ഇപ്പം ബേസിങ്ങിന് ഇരിക്കും ബോട്ടിൻ്റെ ഫിഷിംഗ് ബോട്ട് കാണുന്നതിൻ്റെ അടുത്തിട്ട് സ്കെൽറ്റൻ രൂപ ഇതാണ്. ഇത് നന്നായിട്ട് കണ്ടിട്ട് ഫിഷിംഗ് ബോട്ട് നമ്മൾ കാണുന്ന ബോട്ടുകളുടെ ഒരു സ്കെൽറ്റൻ രൂപ ഇതാണ് അടിത്തട്ട്. അത് ഹോളൊക്കെ കാണുമല്ലോ അല്ലേ? ഹോളുണ്ടാവോ? എന്നാ ഹോളുണ്ടാവോ വെള്ളം പോകാനുള്ള? ഇല്ല ഉണ്ടാവില്ല. വെള്ളം പോകാനും കയറാനും ഒന്നും ഹോളൊന്നും സാധ്യത. കാരണം ഇതുപോലെ ഡെക്കാണ് പറഞ്ഞത് ഇതില്ലേ. ഇപ്പം 100% ഇതേപോലെ ഡെക്കാണ് പറഞ്ഞത്. അപ്പം എൻ്റെ വാട്ടർ കൂടെ എൻ്റെ മുകളിൽ തന്നെ പറഞ്ഞത്. ശരിയാ. ഇപ്പം ഇവിടെ ഇതിപ്പോൾ എന്തായി? ഇതിപ്പോൾ ഏത് രൂപത്തിലായി? ഇതിപ്പോൾ ഫൈനൽ സ്റ്റേജ് നടന്നുകൊണ്ടിരിക്കുക. ഇത് ഇവരുടെ ഐസ് ബോക്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇത് ഇവരെ ഫ്യൂൾ ടാങ്ക് വെക്കാനായിട്ട്. ഫ്യൂൽ ടാങ്ക് അപ്പം അവരെ യാനങ്ങൾ വെക്കാനായിട്ട്. ഒരു സാധനങ്ങൾ എല്ലാം കുലുങ്ങുന്നതായതുകൊണ്ട് സേഫായിട്ട് ഫിറ്റ് ചെയ്ത് വെക്കണമല്ലോ അല്ലേ ബോട്ടാകുമ്പോഴത്തേക്ക്. അത് കഴിഞ്ഞിട്ട് അടുത്ത പൊസിഷനിൽ എങ്ങനെ വരും? അടുത്ത പോർഷൻ വന്നിട്ട് ഫൈനൽ സ്റ്റേജ് കംപ്ലീറ്റ് പിന്നെ പെയിന്റ് വർക്ക് വെച്ചെല്ലാം കഴിഞ്ഞിട്ട് വൃത്തിയാക്കി ഫിനിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് അവിടെ അത് ഫൈനലായ സാധനമാണ് അവിടെ ഇരിക്കുന്നത്? ഇല്ല, അത് നടന്നുകൊണ്ടിരിക്കുക. അവിടെ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതും ഫൈനൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അതൊന്ന് എന്നാൽ ഫൈനലിലേക്ക് പോവാം. അത് അതിന് മുമ്പ് എന്നാൽ ഇത് കുറച്ചുകൂടെ വലിയ ബോട്ടാണ്. ഇതുപോലെ ഇത് 45 ഫീറ്റിൻ്റെ ആണ്. ഇത് ഫുൾ അങ്ങനെ മോൾഡിനകത്ത് തന്നെ ഫുള്ള് ഇത് ടെമ്പററി മോൾഡ് എന്ന് പറയും. ഇതിനകത്ത് ഫുള്ളും ലാമിനേറ്റ് ചെയ്ത് ആ സെയിം സാധനം തന്നെ. അപ്പോൾ ഇത് ഈ രൂപത്തിലാവും? അതെ, ഈ രൂപത്തിലാവും. ഇവിടെ ഇരിക്കുന്ന ബോട്ട് ഈ സ്ട്രക്ചർ കാണുന്നത് പിന്നെ ആവുന്ന ഒരു ബോട്ട്. ഇത് കുറേ വലിയ ബോട്ടാണ്. അതെ അതെ അതെ, 45 ഫീറ്റ്. അപ്പോൾ ഇതിനകത്ത് മേൽക്കൂര വരുമോ? ഇതിനകത്ത് മേൽക്കൂരയൊക്കെ വരും. എന്നാലല്ലേ ഇത്രയും വലിയ ബോട്ടാകുമ്പോഴത്തേക്ക് ആൾക്ക് വെയിലും മഴയും. ഇത് ഒരു 2-3 ദിവസമൊക്കെ കടലിൽ കിടന്നിട്ടുണ്ടോ? ഇത് ഒരു 2 ആഴ്ച കിടക്കാതെ ഐസ് ബോക്സ് നല്ല 2 ആഴ്ച കിടക്കും. വലുപ്പത്തിലാണ് ശരി. അങ്ങനെ മുകളിൽ കയറി നോക്കാം. പിന്നെ അത് കയറാൻ പറ്റുമോ? ലേഡറുണ്ട്. ചെന്ന് വന്ന് കയറിക്കളെ. കടലിൽ കിടക്കുന്ന ബോട്ടിലേ കയറാൻ പറ്റത്തില്ല. എന്നാൽ പിന്നെ കരയ്ക്ക് കിടക്കുന്ന ബോട്ടിലേക്ക് കയറാം. അവിടെ ബോക്സ് വരുമെന്ന് ചെറിയ ഡൗട്ട് ഉണ്ട് കേട്ടോ. അവിടെ വിളിച്ചു, അവിടെ ബോക്സ് ഉണ്ട്. ഇതെല്ലാം നല്ല പ്ലൈവുഡ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവർ ലാമിനേറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കുമെന്ന് തോന്നുന്നു. ഇതുപോലെ ആ സൈഡ് അത് വെച്ചുവിട്. ഇത് അണി, അത് അമരം. തിരിച്ചാണ്. അതാണ് ഇത് അണിയം. അമരത്ത് നിൽക്കാന്ന് പറഞ്ഞാൽ ബാക്കിൽ നിൽക്കാന്നാണ്. എനിക്ക് ഐസ് ബോക്സ് പറഞ്ഞു. ഇതൊക്കെ ഐസ് ബോക്സിൻ്റെ അല്ലേ? ഇതിന് എൻജിൻ വരുമോ? ഇതിന് ഇൻബോർഡ് എഞ്ചിനാണ് പറഞ്ഞത്. ഇൻബോർഡ് വരും. അതെ അതെ. അപ്പോൾ അതവിടെ വയ്ക്കും. അതവിടെ. അതെ അതെ. ശരി. അപ്പോൾ ഇതിനൊരു മറ്റേ സ്ട്രാങ്ക് ഇരിക്കാനുള്ള പോർഷനൊക്കെ ഉണ്ടോ? ഇതിൻ്റെ ഇവിടെ ആയിട്ട് വരും. ഇവിടെ ആയിട്ട് സ്ട്രാങ്ക് പോർഷൻ വരും. ഇവിടെ നമ്മുടെ പൂവാർ വിഴിഞ്ഞമൊക്കെ ഇതുപോലുള്ള ഒരുപാട് ബോട്ടുകൾ പോകുന്നുണ്ടല്ലേ? ഫിഷിങ്ങിന് പോകുന്നുണ്ട്. ഇതെല്ലാം ഫിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണോ? ഇതെല്ലാം ഫിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ബോട്ടുകളാണ്. അപ്പം നമുക്ക് ഒരേ സമയം കുറേ ബോട്ടുകൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമുക്കൊരു 25 ബോട്ട് ചെയ്യേണ്ട കപ്പാസിറ്റി ഉണ്ട്. ഇതൊക്കെ എന്ത് ബഡ്ജറ്റ് വരും? ഇതൊക്കെ ഈ ഒരു ബോട്ടൊക്കെ ഇതൊക്കെ 30 ലക്ഷം രൂപ ഒരു ബോട്ടായി, എഞ്ചിൻ ഉൾപ്പെടെ. എഞ്ചിൻ ഉൾപ്പെടെ. അതെ. ഇതൊക്കെ കൊണ്ട് ഫിഷിങ് നല്ല ക്യാഷ് കിട്ടിയാൽ ഇതെല്ലാം പെട്ടെന്നുണ്ടാവും അല്ലേ? ഇപ്പോൾ എക്സ്പെർട്ടായിട്ടുള്ള ഫിഷിംഗ് തൊഴിലാളികൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇവിടെ ഉള്ളവരെല്ലാം പണ്ട് കാലം മുതലേ നല്ല സ്കില്ലുള്ള ആളുകൾ. എങ്ങനെ ഈ ഇതിൻ്റെ ബോട്ട് നിർമ്മാണം പരിപാടിയിലേക്ക് എത്തിയത്? അത് എനിക്ക് പരമ്പരാഗത കിട്ടിയെന്ന് പറയാം. അപ്പാപ്പൻ്റെ തന്നെയായിരുന്നു. അപ്പാപ്പൻ്റെ ഒറ്റത്തടിയിൽ ബോട്ട് ചെയ്ത് ഇങ്ങനെ അന്ന് തടിയാണല്ലോ. അത് അപ്പാപ്പൻ്റെ തോളത്ത് നിന്ന് കൊച്ചു പറയാമായിരുന്നു. ഔട്ട് ടേസ്റ്റ് അങ്ങനെ കൈവച്ചത്. പിന്നെ കാലഘട്ടം അനുസരിച്ച് നമ്മളും മാറിക്കൊണ്ടിരുന്നു. നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. ടെക്നോളജി മാറുന്നതനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരുന്നു. ഇനി ഇതിനകത്ത് ഇപ്പോൾ ഫൈബർ എന്ന് പറയുന്ന ആ മെറ്റീരിയലിൽ നിന്ന് ഇനിയിപ്പോൾ എങ്ങോട്ടാണ് ഇതിൻ്റെ മാറ്റം വരാൻ സാധ്യതയുണ്ട്? ഇനി അലുമിനിയം ബോട്ടും കാർബൺ ഫൈബറിൻ്റെ ബോട്ടും വരുന്നുണ്ട്. അലുമിനിയം എന്ന് പറയുമ്പോൾ വെയിറ്റും കുറവായിരിക്കും, കുറച്ചുകൂടെ ലൈഫ് ലോങ് കാണും അല്ലേ? അത് ഒരു 6 മാസം കഴിഞ്ഞാൽ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകും. അലുമിനിയം ബോട്ടുകൾ ഇറങ്ങും ഇവിടെ നിന്ന്. ക്രഷ് ബോട്ട് യാർഡിൽ അലുമിനിയം ബോട്ടുകൾ താമസിച്ചാൽ പ്രതീക്ഷിക്കാം. ഇവിടെ അടുത്ത് തന്നെയാണ് വീട്? അടുത്ത് തന്നെ. കുടുംബമൊക്കെ അടുത്ത് തന്നെ. അപ്പോൾ 30 വർഷമായിട്ട് ഈ യാർഡ് ഇവിടെ സ്വന്തമാണ്. മറ്റേ ടൂറിസം മേഖലയിലേക്ക് വേറെ ഒന്നും കൈവച്ചിട്ടില്ലേ? ടൂറിസം മേഖലകളിൽ ഞാൻ
ബോട്ട് തന്നെ കൂടുതലും പുതിയ പുതിയ ബോട്ടുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട പരിപാടിയില്ല. അല്ല, സ്വന്തമായിട്ട് ബോട്ടുകളൊക്കെ ഓടുന്നുണ്ടോ ഇവിടെ? ഓ ഇല്ല അത് ഇപ്പൊ ചെയ്യാൻ പോണത് സ്വന്തമായിട്ട് ചെയ്യാൻ പോകുന്നത്. എല്ലാം പൂവാർ മേഖലയെ സംബന്ധിച്ചിടത്തോളം ടൂറിസമാണ് പ്രധാനം. ഫിഷിങ് ഉണ്ട്, വിഴിഞ്ഞം, പൂവാർ, കുന്തറ എല്ലായിടത്തും. പക്ഷേ എങ്കിലും ഈ പൂവാർ പ്രധാനമായിട്ടും ടൂറിസത്തിനാണല്ലോ. അപ്പോൾ ഈ പ്രത്യേകിച്ചും മാത്രമല്ല ഈ ബാക്ക് വാട്ടറിൽ ഒരുപാട് ബോട്ടുകൾ അങ്ങനെയാണ്. അപ്പോൾ ആ മേഖലയിൽ കൂടെ നിങ്ങളെപ്പോലുള്ളവർക്ക് ഒക്കെയാണ് സാധ്യത കൂടുതൽ, ദൂരെ കിടക്കുന്നവരെക്കാളും. ഇവിടെ നാടറിയാവുന്നത് നിങ്ങളല്ലേ. അപ്പോൾ എങ്ങനെ നിങ്ങൾ ജനിച്ചു ഈ 30 വർഷം മുമ്പ് ബോട്ട് നിർമ്മാണ രംഗത്ത് വരുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം 30 വർഷത്തിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ മാറിയില്ലേ? ഒരുപാട് ശരിക്കും ടെക്നോളജിയായി. നമ്മൾ നേരത്തെ കണ്ട രീതികളൊന്നല്ല ഇപ്പോഴത്തെ രീതികൾ. അന്ന് ബോട്ട് വെയിറ്റ് ഉണ്ടായിരുന്നു, അന്ന് ചെറുതായിരുന്നു. ഇന്ന് വലിപ്പം കൂടുതൽ, വെയിറ്റ്ലെസ് ആയിരുന്നു, സ്ട്രോങ് കൂടുതൽ, ലൈഫും കൂടുതലാണ്. ഈ വെയിറ്റ്ലെസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനുള്ള അപകട സാധ്യത കുറവ് തന്നെ. FRP അത് നല്ല മറ്റൊരു സ്ട്രെങ്താണ്. പിന്നെ ഇപ്പോഴത്തെ ഫ്യൂവലിൻ്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വെയിറ്റ്ലെസ് ആയിട്ട് ബോട്ട് ഉണ്ടെങ്കിൽ ആ ഒരു സമയത്തിന് എത്തിപ്പെടാൻ പറ്റും. നല്ല സ്പീഡും വലിച്ചുകൊണ്ട് പിള്ളേർക്ക് വേഗത വീടില് വേഗത എല്ലാവർക്കും കൈവരിക്കണം. നല്ല മെന്റാലിറ്റി എല്ലാവർക്കും. മണ്ണെണ്ണ തന്നെ നല്ല റേറ്റൊക്കെ ആയില്ലേ. പിന്നെ ഇപ്പോൾ കൂടുതലും ആഴക്കടലിലേക്ക് പോയി മത്സ്യബന്ധനത്തിനുള്ള, പണ്ട് തീരത്ത് കിടന്ന് മീൻ പിടിച്ചവരൊക്കെ ഇപ്പോൾ ഉള്ളിലോ ഇതൊക്കെ തന്നെ വേറെ കൂടെ ഒരു 100-150 നോട്ടിക്കൽ ഉള്ളിലൊക്കെ പോകുന്ന പറയണത് അവർ. അത്രയും പോകും ഈ ബോട്ട്. അത് ഇതൊരു ഒരു വലിയ മേഖലയാണ്. അതെ, ഇതിപ്പോൾ ഒരു 7 ടണ്ണോളം കപ്പാസിറ്റി ഉള്ള ടാങ്കാണ് ഇത്. അതാണ് ഇതിനകത്ത് പിന്നെ ക്യാച്ച് ചെയ്യുന്ന മീൻ ഇതിനകത്താണ് സ്റ്റോർ ചെയ്യുന്നത്. ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ എത്തും. അത് ഫ്രഷ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് കാരണം ചീത്തയാവാൻ സാധ്യതയില്ല അല്ലേ? അപ്പോൾ ഈ ബോട്ട് നിർമ്മാണം, ബോട്ട് യാർഡുകൾ എന്ന് പറയുന്നതും ഒരു മത്സ്യബന്ധനമായിട്ട് ബന്ധപ്പെട്ടോ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടോ മറ്റൊരു ഇൻഡസ്ട്രിയാണ്. നിങ്ങൾക്ക് കോമ്പറ്റീഷനൊക്കെ ഉണ്ടോ വലുതായിട്ട്? കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരു ഇൻഡസ്ട്രി ഇല്ലല്ലോ. എന്നാലും ചിലയിടത്തൊക്കെ ചിലർ പോണ പോലെ നേരെ രീതിയിൽ നിലവാരത്തോടു കൂടി നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെയാണ് നമ്മളെ വിൽ പവർ. ഇങ്ങനെ അവർ ചെയ്യട്ടെ, നമ്മളും ചെയ്യാം. പക്ഷെ നിലവാരം എന്താണെന്ന് അതിൻ്റെ ലൈഫ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ 2 ഡയലോഗ് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ബോട്ട് കൊള്ളാമെന്ന് പറഞ്ഞതിനേക്കാളും അതിൻ്റെ വെച്ച് ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ നിലവാരത്തെ സ്വയം മനസ്സിലാക്കിയിട്ട് ചെയ്യണം നല്ലത്. എല്ലാവരും ഈ മേഖലയിലുള്ളവർ തന്നെയാണ്. സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആൾ ഒത്തിരി ആളുകളുണ്ട് അവിടെ. ഇത് തന്നെയാണ് ഈ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് നമ്മുടെ ഒരു മോട്ടോ. നമുക്കൊരു പോളിസി എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഒരു പോളിസി എന്താണ്? ഇത് തന്നെ ക്വാളിറ്റി ആണോ? എനിക്ക് ഇമ്പോർട്ടൻ്റ്, എനിക്ക് നിലവാരം. അതാണ് ഞാനെന്നും പിടിച്ചു നിൽക്കാൻ കാരണം. ഈ മേഖലയിൽ വന്നവരെല്ലാം തന്നെ അപ്പം തന്നെ പോയിട്ടുണ്ട്. എനിക്ക് നിലവാരത്തിലോട്ട് ഒരു ഇതില്ല, അമിത ലാഭം വേണ്ട. ഇപ്പോൾ ഒരു ബോട്ട്, ഇത്തരത്തിലൊരു ബോട്ട് നിർമ്മിച്ച് എത്തിപ്പെടാൻ എത്ര ദിവസം എടുക്കും? ഇതിപ്പം അത് ഇപ്പം പഴയതുപോലെയല്ല. പഴയതന്നെങ്കിലൊക്കെ ആർക്കും ഒരു 45 ദിവസമൊക്കെ എടുക്കേണ്ടി വരും. ഇപ്പോഴങ്ങനല്ല, മാൻ പവർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് ദിവസം പ്രോസസ്സിനൊക്കെ ടൈം എടുക്കും. നമ്മളിപ്പോൾ പെട്ടെന്ന് തീർക്കാൻ പറ്റത്തില്ല. അതൊരു പാകപ്പെടാനൊക്കെ ഉള്ള അല്ലേ? പിന്നെ അത് മഴ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഈ മെറ്റീരിയൽ ശരി ബുദ്ധിമുട്ടാണ്. ഒരു 45 മിനിറ്റ് കൊണ്ട് ഒരു ബോട്ടാക്കി എടുക്കാം അല്ലേ? പറ്റില്ലേ? അല്ല, ഈ ഒരു ഡേ ഉണ്ട്. നമുക്കില്ല, ചെറിയ ബോട്ടുകൾ നമുക്കൊരു 15 ദിവസം കൊണ്ടൊക്കെ തീർക്കാൻ പറ്റും. ചെറിയ ബോട്ടുകളാണ്. എൻ്റെ ഒരു ഡിപ്പെൻഡ്, സൈസ് ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ ബോട്ടുണ്ട് മാൻ പവർ കൂട്ടേണ്ടി വരും. അനുസരിച്ച് കാലതാമസം വരും. നിങ്ങളുടെ കുറേ പേര് നാട്ടിലുള്ളവരും പിന്നെ ഇന്ത്യയിലുള്ള എല്ലാ ഭാഗത്തുള്ള ആളുകളും ഉണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ട് പോകുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ കാണാനും നിങ്ങളുടെ ഈ ബോട്ട് നിർമ്മാണ പരിപാടികൾ മനസ്സിലാക്കാനും കഴിഞ്ഞാൽ വളരെ സന്തോഷം. അപ്പോൾ നമ്മൾ ക്രൈസ്റ്റ് ബോട്ട് യാർഡിൽ യാത്രയാവുകയാണ്. അപ്പോൾ ബോട്ട് യാത്ര കണ്ടു, ബോട്ട് നിർമ്മിക്കുന്ന രീതി കണ്ടു. ഇനി ബോട്ടുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും ഉണ്ട് നമുക്ക് കാണാം, അന്വേഷിക്കാം. എന്തായാലും നിങ്ങൾ എൻ്റെ തുടർന്നുള്ള യാത്രയിൽ കൂടെ ഉണ്ടാകാൻ മടിക്കരുത്, മറക്കരുത്, ഒപ്പം ഉണ്ടാവണം. നമുക്ക് നാളെ കാണാം.